ഹായ് ചെല്ലക്കിലീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പോ വേണേലും പൊട്ട. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ പുതുവർഷമൊക്കെ അല്ലേ, അപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനും നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനും പുതിയ വർഷത്തേക്ക് വേണ്ടി എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ എന്ന് അറിയാനൊക്കെ വേണ്ടിയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെയും വക ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പൊ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ? 2024 നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്കിപ്പോ യൂട്യൂബിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്ന് കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം പറയേണ്ടതാണ് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഫസ്റ്റ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ കുറിച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ ചോദിക്കണോ നീ ചോദിക്കണോ? അല്ല, ചേച്ചിക്കാണ് ഇത്തവണ ഒരുപാട് വിശേഷങ്ങളുള്ളത്. അപ്പൊ ഞാൻ ചേച്ചിയുടെ തന്നെ ആദ്യം ചോദിക്കാം. 2024 എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, 2024 എന്ന് വെച്ചാൽ ഒരു വല്ലാത്ത വർഷമായിരുന്നു. വല്ലാത്ത വർഷം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പറയുന്നില്ല. അത്യാവശ്യം നല്ലതും ഉണ്ടായിരുന്നു, ചീത്തയും ഉണ്ടായിരുന്നു. നല്ല കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഒത്തിരി നടന്നിട്ടുണ്ട്. സങ്കടങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ നോർമലി ഒരാൾക്ക് ഉണ്ടാവേണ്ട സങ്കടങ്ങളും ദുഃഖങ്ങളും സന്തോഷവും ഒക്കെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ 2024 അവസാനിക്കുന്ന സമയത്താണ് എന്റെ വലിയ നടന്നത്. അത് ഞാൻ പറഞ്ഞു തരാം. എന്തെന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നു 2020 ഡിസംബർ മാസം ആണെന്ന് തോന്നുന്നു. ഒരു ബുധനാഴ്ചയാണ്. അങ്ങനെ പറയാൻ കാരണം എനിക്ക് ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് സ്കൂളിൽ പോകേണ്ടത്. അപ്പം ഒരു ബുധനാഴ്ച രാവിലെ ഞാൻ എണീക്കുന്ന സമയത്ത് എന്റെ കാലിന് ചെറിയൊരു വേദനയുണ്ട് കേട്ടോ. അപ്പം ഞാനത് കാര്യമാക്കിയില്ല. ഞാൻ വിചാരിക്കുന്നത് എന്റെ കാൽ എവിടെയോ ഇടിച്ച് എനിക്ക് വേദനിക്കുന്നതാണ് വിചാരിക്കുന്നത്. എന്നിട്ട് ഞാനത് കാര്യമാക്കിയില്ല. ജോലിയൊക്കെ ചെയ്ത് അന്ന് സ്കൂളിൽ ചെന്ന സമയത്ത് ഈ കാലിന് അപ്പം ചെറിയൊരു നീരുണ്ട്. അപ്പൊ ഞാൻ എന്റെ കൂടെയുള്ള ടീച്ചേഴ്സിനോട് ചോദിച്ചു, എന്റെ കാലിന് നീരുണ്ട്, ഇതെന്താ, കാല് എവിടെങ്കിലും ഇടിച്ചാൽ ഇങ്ങനെ നീരുണ്ടാവോന്ന് ചോദിച്ചു. അപ്പം ടീച്ചർ എന്നോട് പറഞ്ഞു, അങ്ങനെ ഉണ്ടാവും, അത് വല്ലയിടത്ത് ഇടിച്ചതായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്റെ കാല് നന്നായിട്ട് നീരായി കേട്ടോ. അപ്പൊ ഞാൻ വീണ്ടും രാഗി ടീച്ചറിനോടാണ് തോന്നുന്നു, രാഗി ടീച്ചറിനോട് ചോദിച്ചു, ടീച്ചറെ ഇത് എന്താണ് ഇങ്ങനെ കാല് വല്ലയിടത്ത് ഇടിച്ചാൽ ഇത്രയും നീര് വരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ടീച്ചർ പറഞ്ഞു, ഇത് ഇടിച്ചതല്ല, വേറെന്തോ ആണ്, എന്തായാലും നീ വൈകുന്നേരം ചെന്നിട്ട് ഹോസ്പിറ്റലിൽ ഒന്ന് പോയി കാണിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ സഹകരിക്കുന്നതിന്റെ കാരണമുണ്ട് കേട്ടോ. ഇതൊന്നും ഞാൻ അറിയുന്ന കാര്യമല്ല, ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഏറ്റവും അവസാനമാണ് ഇതെല്ലാം അറിഞ്ഞത്. ചേച്ചി ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ആവുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ടൈമിലാണ് ഞാൻ ഇതൊക്കെ അറിയുന്നത്. എന്നിട്ട് ഞാൻ കാര്യമാക്കിയില്ല. ഞാൻ സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നിട്ട് 4:30 ഒക്കെ ആകുമ്പോ എനിക്ക് അടിമലത്തുറ ഞാനൊരു ട്യൂഷൻ സെന്ററിൽ ട്യൂഷൻ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നല്ല ഉറക്കം വന്നു കേട്ടോ. അത്യാവശ്യം ഒരു ബോധമില്ലാതെ പരിസരം പോലും മറന്നു പോകുന്ന രീതിയിൽ ഇങ്ങനെ ഉറക്കം വന്നു എനിക്ക്. അപ്പം ഞാൻ അവിടെ കിടന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാൻ തുടങ്ങി. ഭയങ്കര ബുദ്ധിമുട്ട് വെച്ചാല് എന്നിട്ട് ഞാൻ ഓർക്കുന്നത് ഞാൻ ഈ റെസ്റ്റ് ഇല്ലാണ്ട് ജോലി ചെയ്യുന്നത് കൊണ്ട് വന്നതായിരിക്കും എന്ന് വിചാരിച്ച് അവിടെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് 6:45 ആയപ്പോ എനിക്ക് വിഴിഞ്ഞത്ത് വേറൊരിടത്തും കൂടി ട്യൂഷന് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടെയും കൂടെ ട്യൂഷന് പോയി. അവിടെ ചെന്നപ്പോഴേക്കും സിറ്റുവേഷൻ കുറച്ചും കൂടെ വഷളായി കേട്ടോ. കാരണം എനിക്ക് എന്റെ ഈ ഒരു ഭാഗം ഇവിടെ എല്ലാം ഇങ്ങനെ ഒരു മരവിക്കുന്ന പോലത്തെ ബുദ്ധിമുട്ട്. കാലിന്റെ കളർ നല്ല ബ്ലാക്ക് കളർ. ഞാൻ ആ ഫോട്ടോ ആഡ് ചെയ്യും. ഇവിടെ കാലിന്റെ കളർ അത്യാവശ്യം നല്ല ബ്ലാക്ക് കളറായി. അപ്പൊ അവിടുത്തെ ഉമ്മയും അവിടുത്തെ അവരെല്ലാരും എന്നോട് പറഞ്ഞു, ഇത് എന്തായാലും എന്തോ കടിച്ചതാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാന് ഹോസ്പിറ്റലിൽ പോകാം, കാരണം കടിച്ചതൊന്നും ഞാൻ കണ്ടില്ലല്ലോ. ആക്ച്വലി ഞാൻ കാണാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു, എന്തായാലും ഹോസ്പിറ്റലിൽ പോകണ്ട, നമുക്ക് ഏതെങ്കിലും വൈദ്യശാലയിൽ പോകാന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു വൈദ്യശാലയിലോട്ട് പോയി. പൊട്ട തീരുമാനമാണ്. എന്നിട്ട് വൈദ്യശാലയിൽ അവിടെ ചെന്നപ്പോഴേക്കും വൈദ്യർ എന്റെ അടുത്ത് പറഞ്ഞു, എന്തായാലും ഇവിടെ അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ 3 ദിവസം അവിടുത്തെ ട്രീറ്റ്മെന്റിലായിരുന്നു. അപ്പം കഷായം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ മരുന്ന് കഴിച്ചപ്പോ എനിക്ക് നല്ല മാറ്റം മാറി. എന്റെ ബുദ്ധിമുട്ടുകൾ, തലയ്ക്കുണ്ടാകുന്ന പെരുപ്പ്, അതെല്ലാം എനിക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങള് അങ്ങനെ മൂന്നാം ദിവസമാണ് അവിടുത്തെ ഡിസ്ചാർജ് ആവുന്ന സമയത്താണ് വൈദ്യർ എന്റെ അടുത്ത് പറയാണ്, ഇത് ശംഖുവരയനാണ് കടിച്ചതെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ ശംഖുവരയൻ കടിക്കേണ്ട ഒരു ചാൻസും ഇല്ല. 3 ദിവസം ഇവൾ എന്റെ കൂടുതൽ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം മിക്ക എന്റെ ബുദ്ധിമുട്ടുകളിലെല്ലാം കഴിഞ്ഞ വർഷമല്ല, കുറെ കാലം ഞാൻ നോക്കിയല്ലോ, ഇടയ്ക്ക് പറയണമല്ലോ നമ്മൾ നന്ദിയുള്ളവര് വേണ്ട. കുറെ വർഷങ്ങൾ എടുത്താൽ എന്റെ ലൈഫിൽ ഉണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകളിലും ഇവൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇവളായിരുന്നു ഹോസ്പിറ്റലിൽ എനിക്ക് കൂട്ടിരുന്നത്. അങ്ങനെ വീട്ടിൽ വന്ന് വീണ്ടും 2 ദിവസം കൂടെ കഴിഞ്ഞു. അപ്പൊ ഞാൻ അറിയാണ്, ഞങ്ങളുടെ വീടിന്റെ താഴെ ഒരു അമ്മച്ചീനെ എന്തോ കടിച്ചു. പുല്ല് ചെത്താൻ പോയ സമയത്ത് മുള്ളെന്തോ കൊണ്ടെന്നാണ് പറയണത്. 5 ദിവസം കഴിഞ്ഞു. ഭയങ്കര ബുദ്ധിമുട്ടും ക്ഷീണവും, അത് എന്റെ സെയിം മാറി. ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞു. അങ്ങനെ അവര് ട്രിവാൻഡ്രം ജനറൽ ഹോസ്പിറ്റലിൽ പോയി. അവിടുന്ന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു വിട്ടു. വീണ്ടും ചെന്നപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ എന്തോ ബുദ്ധിമുട്ട് കണ്ട് അങ്ങനെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവിടെ വെച്ച് ആള് മരിച്ചുപോയി.
അപ്പോഴ് ശരിക്കും എന്റെ വീട്ടിലുള്ള എല്ലാവർക്കും പേടിയാവാൻ തുടങ്ങി. എന്റെ ഹസ്ബൻഡിനും അമ്മയ്ക്കും എല്ലാവർക്കും പേടിയാവാൻ തുടങ്ങി. അപ്പം ജസ്റ്റ് അമ്മ ജോലി ചെയ്യുന്ന ജനറൽ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള PH ലാബിലാണ്. അപ്പം അമ്മ എന്റെ അടുത്ത് പറഞ്ഞു എന്തായാലും അമ്മ നിൽക്കുന്ന ലാബിൽ ഒന്ന് വന്ന് ഡോക്ടറെ കാണിച്ചിട്ട് അവിടുന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, ബ്ലഡിൽ എന്തെങ്കിലും വിഷം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രം. അങ്ങനെ ഞാനും വിചാരിച്ചു എന്തായാലും സയന്റിഫിക് എവിഡൻസ് ഒന്നും ഇല്ലാത്ത ഒരു വൈദ്യശാലയിലല്ലേ പോയത്. പക്ഷെ ആൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിഷവൈദ്യരാണ് കേട്ടോ. ഒരുപാട് പേർക്ക് നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ട് പോകാൻ കാരണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, അമ്മയുടെ കൂട്ടത്തില് ഞാനും എന്റെ ഒരു അനിയത്തി ഉണ്ട്, അവളും കൂടി ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അതിനകത്ത് കുറെ ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ഒരു ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു. മെയിൻ ആയിട്ട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്ത് ചെയ്തു, ഞങ്ങൾ അപ്പഴത്തേക്ക് ഇനി അടുത്ത റിസൾട്ട് 2.5 മണിക്കൂർ കഴിഞ്ഞാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് അമ്മ വാങ്ങിച്ചിട്ട് വരുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങി പോന്ന് തിരുവല്ലത്തെത്തിയപ്പോ ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി. അപ്പോഴേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വിളി വന്നു, എത്രയും പെട്ടെന്ന് തിരിച്ചങ്ങോട്ട് എന്ത് ചെയ്യണം, ചെല്ലണം. കുറെ ബ്ലഡ് ടെസ്റ്റിലൊക്കെ എന്തൊക്കെയോ വേരിയേഷൻസ് ഉണ്ട്, എത്രയും പെട്ടെന്ന് ചെല്ലണമെന്ന് പറഞ്ഞു. ഡോക്ടേഴ്സ് പ്രത്യേകം പറയുന്നുണ്ട് വണ്ടി സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യല്, ടെൻഷൻ അടിക്കല്, പേടിക്കില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ചെല്ലുന്നത്. അപ്പം കാരണം എനിക്കത് പ്രത്യേകിച്ച് കേട്ടിട്ട് ഒന്നും തോന്നിയില്ല. കാരണം അതുവരെ എന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഈ വണ്ടി ഓടിക്കലും അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് അങ്ങനെ വലുതായിട്ട് അങ്ങനെ ഇല്ലായിരുന്നു. അങ്ങനെ തിരിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പം അവിടെ നമ്മളിങ്ങനെ ഒരു അത്ഭുത ജീവിയെ പോലെയാണ് അവർ കാണുന്നത്. അവിടുന്ന് പെട്ടെന്ന് തന്നെ എങ്ങോട്ട് മാറ്റി, എന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഫുൾ ഞാൻ വീൽ ചെയറിലാണ് കേട്ടോ. അതുവരെ നടന്നു ഒരു കുഴപ്പമില്ലാണ്ട് പോയ ഞാൻ പിന്നെ ഫുൾ വീൽ ചെയറിൽ. അവർ നടത്തുന്നില്ല. കാരണം അവർ പറയണെന്ന് വെച്ചാല് എന്റെ എന്താ പറയാ ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ട്, ബ്ലഡ് ക്ലോട്ട് ആവുന്നില്ല, INR വാല്യൂ ഹൈ ആയിട്ട് നിൽക്കുവാണ്. എനിക്ക് പക്ഷെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ എല്ലാം നടക്കുന്നതും എന്തോ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. പക്ഷെ അത് ഞാൻ അത്ര കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ ചെന്ന് അവര് ആന്റിവെനമൊക്കെ എടുത്തു. പിന്നെന്താ ബ്ലഡിൽ വിഷത്തിന്റെ അംശം ഉണ്ടായിരുന്നു, ആന്റിവെനമൊക്കെ എടുത്തു. പിന്നെന്താ പറയാ, അത് കഴിഞ്ഞ് ബ്ലഡ് ക്ലോട്ട് ചെയ്യേണ്ട മരുന്നൊക്കെ തന്നു. അങ്ങനെ അഡ്മിറ്റ് ചെയ്തു. പിറ്റേ ദിവസം ഡിസ്ചാർജ് ആവുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 1.5 ദിവസം അവിടെ ഉണ്ടായിരുന്നു. ഡിസ്ചാർജ് ആകുന്ന ടൈമില് ഡോക്ടർ പറയാണ് ശംഖ് വരെ നല്ല കടിച്ചത് പറഞ്ഞ. അപ്പോഴാണ് ശരിക്കും ഞാൻ പേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ചിന്തിക്കുവാണ്, എന്റെ വീടിന്റെ അടുത്ത് ഒരു അമ്മച്ചി മരിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ ബ്ലഡിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്തത്. അപ്പൊ അത്രയും ദിവസവും, കാരണം അമ്മച്ചി 5ാമത്തെ ദിവസം എന്തോ ആയപ്പം അമ്മച്ചി മരിച്ചു ഈ സംഭവം നടന്നിട്ട്. ഞാൻ അതും കഴിഞ്ഞു 6-7 ഒക്കെ ദിവസം ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുവരെയും ദൈവം എനിക്ക് ഒരു ആപത്തും എന്ത് ചെയ്തില്ല, വരുത്തിയില്ല. ഈ പറയുന്ന ടെൻഷനോ പേടിയോ ഒന്നും, ഞാൻ ഭയങ്കര കൂളായിട്ടാണ് അതിനെ നേരിട്ടത്. അപ്പം ദൈവം എനിക്ക് ഒരുപാട് നല്ല കാര്യം ചെയ്തൊരു കാരണം ചിലപ്പം ദൈവം എന്നിൽ നിന്ന് എന്തെങ്കിലും നല്ലത് സമൂഹത്തിനോ വീടിനോ ഒക്കെ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പം എനിക്ക് ഇപ്പോഴും അറിയാം, ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ വീട്ടുകാരാണെങ്കിലും എന്റെ മാതാപിതാക്കളാണെങ്കിലും എന്നെ അറിയാവുന്നവരാണെങ്കിലും എല്ലാവരും, ഒരുപാട് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പം ദൈവം എനിക്ക് ഇങ്ങനെ ഒരു അവസരം, 1 വർഷം കൂടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി ഒരു അവസരം ദൈവം തന്നു പറഞ്ഞ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു കേട്ടോ. അപ്പൊ ഇതായിരുന്നു എനിക്കുണ്ടായ അനുഭവം. എത്ര സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നോക്കി, ഇതാണ് എനിക്കുണ്ടായ അനുഭവം. എനിക്ക് വലുതായിട്ട് എന്ന് വെച്ചാൽ എനിക്ക് ഡിസംബർ ലാസ്റ്റ് ആയപ്പോ തന്നെയായിരുന്നു എനിക്കൊരു വലിയൊരു സംഭവം ഉണ്ടായിരുന്നു. കാരണം എന്റെ കല്യാണം കഴിഞ്ഞ് കണ്ടാ തോന്നത്തില്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായിട്ടുണ്ട് കേട്ടോ. അപ്പം 4 വർഷമായി. 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ 3 വർഷത്തിന് ശേഷമാണ് നാട്ടിൽ വരുന്നത്. ഇപ്പൊ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഇനി ഇവളങ്ങ് പോകും കേട്ടോ. ഇനി ഇവളങ്ങ് പോയിട്ട് ഇനി അവിടെ നിന്ന് വീഡിയോ എടുക്കും, ചേച്ചി ഇവിടെ നിന്ന് വീഡിയോ എടുക്കും. നമ്മള് ഒരുമിച്ചിരുന്ന സമയത്ത് ഇതേപോലുള്ള ഒരുമിച്ച് നമ്മളെ വീഡിയോ എടുക്കും. അതാണ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി കേട്ടോ. അപ്പൊ നമ്മള് അങ്ങനത്തെ സെറ്റപ്പിലാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം 2024 വിശേഷങ്ങൾ ഇതാണ്. ഇനി എനിക്ക് വീണ്ടും ഒരു കാര്യം ചേച്ചി എടുത്ത് ചോദിക്കണം. 2024 എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളൊക്കെ ചിലരുടെ ലൈഫിൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ലൈഫ് അങ്ങനെ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങളോ എന്തെങ്കിലും ഒരു പാഠങ്ങളോ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കേട്ടോ. ഇതിനപ്പുറം എനിക്കൊരു അനുഭവം ഇനി പറയാനില്ല. ഇനി പാഠം ചോദിച്ചാൽ ഞാൻ ഒരു ഇമ്മിണി വലിയ പാഠം പഠിച്ചു. കാരണം 36 വർഷം പഠിക്കാത്ത ഒരു പാഠം ഞാൻ 36 അപ്പം അതെന്താന്ന് ചോദിച്ചാല്, എന്റെ മനസ്സില് ഇത്രയും കാലവും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടിരുന്നത് എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല. അത് അവരുടെ ഇഷ്ടമല്ലേ അവരെന്നെ സ്നേഹിക്കാന്നുള്ളത്, അവരുടെ ഉത്തരവാദിത്തമാണല്ലോ. ഞാൻ അവരോട് സ്നേഹിക്കാനെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് എന്റെ വിചാരം. പക്ഷെ ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കും. അവരെനിക്ക് തിരിച്ച് ചെയ്യുന്നുണ്ടോ, അവർ ഒന്നും ഞാൻ എന്ത് ചെയ്യാറില്ല.
പ്രതീക്ഷിക്കത്തില്ല. അവര് എനിക്ക് നല്ലത് ചെയ്താലും മോശം ചെയ്താലും ഞാൻ അവരെ ഇങ്ങനെ എന്റെ ആവശ്യങ്ങൾ മറന്നും എന്റെ പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചിട്ടും ഞാൻ അവരെ ആരും സഹായിക്കാനില്ലാത്ത സന്ദർഭത്തിൽ പോലും ഞാൻ അവരുടെ കൂടത്തിൽ പോയി നിൽക്കാറുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ അത് തെറ്റാണെന്ന് എനിക്ക് ഈ ഒരു വർഷം എന്ത് ചെയ്തു തോന്നി. ഒരിക്കലും അതിന്റെ ആവശ്യമില്ല. നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അവരെ നമ്മൾ സ്നേഹിക്കുക. ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ അവരെ ആത്മാർത്ഥമായിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുക. നമ്മൾ സ്നേഹിക്കുന്നവരുടെ കാരണം സ്നേഹം നമ്മൾ പറയും പലപ്പോഴും, നിങ്ങളിപ്പോ ചോദിക്കും സ്നേഹം ആരിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ പ്രശ്നമെന്ന് ചോദിക്കും. നമ്മൾ ആരിൽ നിന്നും പൈസയോ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കും. പക്ഷെ ഒരല്പം സ്നേഹം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലെന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്നേഹത്തിന്റെ കാര്യത്തിൽ മാത്രം പ്രതീക്ഷിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പാഠം എന്ത് ചെയ്തു, പഠിച്ചു. നീ എന്തെങ്കിലും പാഠം പഠിച്ചോ? പാഠം അങ്ങനെയല്ല, എനിക്ക് കുറച്ചിങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ കുറച്ച് അനുഭവങ്ങളുണ്ട്. വേറെ ഒന്നുമല്ല, എന്റെ അടുത്ത് എല്ലാവരും നല്ല കൂളായിട്ട് തന്നെയാണ്. ഞാൻ ഒരുപാട് പേരുടെ അടുത്ത് അങ്ങനെ വലുതായിട്ട് സംസാരിക്കുന്ന ആളൊന്നുമില്ല, എങ്കിലും എന്റെ അടുത്ത് സംസാരിക്കുന്നവരുടെ ഞാൻ നന്നായിട്ട് തന്നെയാണ് സംസാരിക്കാറുള്ളത്. അപ്പോ നമ്മൾ ഇങ്ങനെ അത് എല്ലാവർക്കും കോമഡി നടക്കുന്ന ഒരു കാര്യമായിരിക്കും. നമ്മളുടെ ഫ്രണ്ടിൽ നമ്മളെടുത്ത് നന്നായിട്ട് സംസാരിച്ചിട്ട് അതേ സമയം ബാക്കിൽ പോയിട്ട് നമ്മൾ കുറ്റം പറയുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പം അങ്ങനെ ഇപ്പൊ എനിക്ക് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷെ അവർക്കൊന്നും അറിയില്ല. ഇതൊക്കെ എനിക്ക് അറിയാം, ഇവരിങ്ങനെ പറയുന്നുണ്ടെന്നല്ലേ എനിക്കും അറിയാം. എനിക്ക് മനസ്സിലായെന്നുള്ള കാര്യം അവർക്കും അറിയായിരിക്കും. പക്ഷെ ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. അത് ചേച്ചിക്കലും എനിക്കലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരു ചെവിടെ കേൾക്കും, മറ്റേ ചെവിടെ അങ്ങ് കളയും, അത്രേ ഉള്ളൂ. പക്ഷെ അതാണ് വേണ്ടത്. നമ്മൾ നമ്മുടെ കാര്യം നോക്കി ഇങ്ങനെ ജീവിച്ചാൽ പോരാ. ആൾക്കാരെന്ത് പറഞ്ഞാലും നമുക്കിപ്പോ പ്രത്യേകിച്ച് അങ്ങനെ തോന്നുന്ന വിഷയമല്ല. അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് വേറൊരു പുതിയ കാര്യങ്ങൾ അവർക്ക് വീണ്ടും കിട്ടിക്കൊണ്ടേയിരിക്കും. അവരിതിനേക്കാളും എന്ത് ചെയ്യും, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. അവർക്ക് അതിനുള്ള സമയം അവർ കഷ്ടപ്പെട്ട് കണ്ടെത്തി പറയുമ്പോ നമുക്ക് ഇതിനൊന്നും സത്യം പറഞ്ഞ സമയമില്ല. നമുക്ക് അതിനെ ചിന്തിക്കാൻ നമുക്കുള്ള സമയം നമുക്കില്ല. അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ വലിയ അനുഭവങ്ങള് അത്രേ ഉള്ളൂ ചേച്ചി. അത് തന്നെ ഒരു വലിയ അനുഭവം. എനിക്കത് പക്ഷെ നിസ്സാരമാണ്. അത്രേ ഉള്ളൂ. പിന്നെന്താ ഇനി നമുക്ക് 2025 നമുക്ക് 2024 ഇപ്പൊ നമ്മൾ കഴിഞ്ഞു. അപ്പൊ 2025 എന്താ ചേച്ചി പ്ലാൻസ് എന്ന് വെച്ചാൽ കഴിഞ്ഞ 2024 ഞാൻ കുറെ പ്ലാനുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അതൊന്നും നടന്നിട്ടില്ല. 2 ദിവസമൊക്കെ ഞാൻ ഭയങ്കര ഞാൻ എടുത്ത തീരുമാനം പാലിക്കാൻ വേണ്ടി നടക്കും. പിന്നെ അതൊക്കെ എന്താ പറയാ, കുറിപ്പിന്റെ ഉറപ്പ് പോലെ അങ്ങ് പോകും. പക്ഷേ അപ്പം ഒന്നാമതായിട്ട് ഞാൻ എടുക്കുന്ന തീരുമാനം എന്ന് വെച്ചാല് എല്ലാ ദിവസവും കൃത്യമായിട്ട് ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കണം എന്ന് ഒരു ആഗ്രഹമുണ്ട്. കാരണം കഴിഞ്ഞ വർഷം ഞാൻ ഈ തീരുമാനം എടുത്തതാണ്, പക്ഷെ നടന്നില്ല. പക്ഷെ ദൈവം ഇത്രയും ആയുസ് ആരോഗ്യമൊക്കെ തന്നപ്പോ നമ്മളത് ചെയ്യണമല്ലോ. നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. അതുകൊണ്ട് അത് ഞാൻ എടുക്കും. എല്ലാവരും ഈശ്വര വിശ്വാസികളാണൊന്നുമല്ല, ഞാൻ ഈശ്വര വിശ്വാസിയാണ്. അപ്പം പിന്നെന്താ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല്, ഒന്ന് ഞാൻ ഒരു 2 വർഷം മുമ്പ് എനിക്ക് തോന്നുന്നു ഞാനൊരു 56-60 അതിനുള്ളിൽ നിൽക്കുമായിരുന്നു എന്റെ വെയിറ്റ്. കാരണം കുറച്ചും കൂടെ ഞാൻ എന്റെ ഹെൽത്തും എന്റെ ബോഡിയും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ജിമ്മിലൊക്കെ പോയി ബോഡിയൊക്കെ പക്കയാക്കി വെച്ചുകൊണ്ടിരുന്നു. പക്ഷെ അത് കഴിയുമ്പോൾ പിന്നെ വല്ലാത്ത റീച്ച് അങ്ങ് നിന്ന് ഗൈസ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെറൈറ്റി ഫുഡുകൾ കഴിക്കുന്നതിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ ഒന്നും നോക്കാതെ എന്നെ പോലും നോക്കാണ്ട് ഞാൻ അങ്ങ് കഴിച്ചു. എന്റെ മമ്മി എപ്പോഴും എന്നെ വഴക്ക് പറയും, വലിച്ചു വാരി തിന്നരുതെന്ന് പറയും. അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്കി വീണ്ടും എന്റെ ശരീരത്തെയും എന്റെ ആരോഗ്യത്തെയും കുറച്ചും കൂടെ, ഇതൊക്കെ നമുക്ക് നമ്മുടെ കഴിവുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളല്ല, എന്നാലും നമുക്ക് ശ്രമിക്കാം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചൊരു പാഠം, എപ്പോഴും ഞങ്ങളുടെ ബൈബിളിൽ ഒരു കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. പക്ഷെ എല്ലാവരും അത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവരുടെയും ചിന്ത മറ്റുള്ളവരെ നമ്മളങ്ങ് ഭയങ്കരമായിട്ട് സ്നേഹിക്കണം എന്നവിടെ പറയുന്നു എന്നാണ്. അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ അവിടെ വേറൊരു കാര്യം അതിന് മുമ്പ് പറയാനുണ്ട്, നീ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ എന്ത് ചെയ്യണം, നിന്റെ കൂട്ടുകാരനെ അല്ല നിന്റെ അയൽക്കാരനെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, എന്റെ കൂട്ടുകാരനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ ആദ്യം ഞാൻ എന്നെ എന്ത് ചെയ്യണം, സ്നേഹിക്കണം. കാരണം എനിക്ക് ദോഷം വരുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യത്തില്ല. അപ്പം എനിക്ക് എന്നെ എത്രമാത്രം നന്നായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നോ അങ്ങെങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരെ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഈ ഒരു വർഷം, അടുത്ത വർഷം നമുക്ക് അയൽക്കാരനെ സ്നേഹിക്കാം. ഈ വർഷമുണ്ട് അതില് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു സെൽഫ് ലവ് എന്നൊരു സംഭവം ഉണ്ടെന്നെങ്കിൽ നമുക്ക് കടന്നു വരുന്ന ഓരോ സിറ്റുവേഷൻ നമുക്ക് അത്രയും വിഷമഘട്ടത്തിൽ പോലും നമുക്ക് ചിലപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ആരുമില്ല എന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പലരും ഡിപ്രഷനിലോട്ടൊക്കെ വരെ പോകുന്നത്. അപ്പം നമുക്ക് സ്വന്തമായിട്ട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആരും ഇല്ലെങ്കിൽ പോലും നമുക്ക് നമ്മളുണ്ടല്ലോ, അത് മതി. അത് മാത്രമല്ല, സ്വന്തമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെയും അതേപോലെ തന്നെ അവരുടെ ദോഷങ്ങളൊന്നും കാണാതെ അവരുടെ നല്ലത് മാത്രം ഇച്ഛിച്ചുകൊണ്ട് നമുക്ക് സ്നേഹിക്കാൻ പറ്റും എന്നാണ് വിശ്വാസം. അപ്പൊ അങ്ങനെ, കാരണം നമ്മൾ പല സന്ദർഭങ്ങളിലും നമ്മൾ ഒറ്റയ്ക്കാണ്. ഇപ്പൊ ഞങ്ങളുടെ ലൈഫ് എടുത്തെന്ന് പറഞ്ഞാലും മിക്കവാറും ഉള്ള ഭൂരിഭാഗം ടൈമിലും നമ്മൾ ഒറ്റയ്ക്കാണ്. പക്ഷെ മറ്റുള്ളവരുടെ ആവശ്യം വരുമ്പോൾ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യാറുണ്ട്,
ഓടിച്ചെല്ലാറുണ്ട്. അപ്പം ഫസ്റ്റ് നമുക്ക് നമ്മളെ ഉള്ളൂ, നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് നമ്മളൊന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടി, നമ്മളെ കുറച്ചും കൂടെ പരസ്പരം സ്നേഹിക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുക്കണം. ഇത്രയൊക്കെയാണ് കേട്ടോ എന്റെ തീരുമാനങ്ങൾ. വലിയ പാലിക്കാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം. പറ്റും. ദൈവ സഹായത്താൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിന്റെ പദ്ധതിയും പ്ലാനും ഒക്കെ എന്താ? പദ്ധതിയും പ്ലാനും ഞാൻ പറഞ്ഞു, ഹസ്ബൻഡ് വന്നു എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ലൈഫ് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. ഞാൻ അങ്ങനെ അധികം പുറത്തോട്ടൊന്നും പോകാത്ത ഒരാളാണെങ്കിലും പോയിട്ടുണ്ടില്ലെന്നല്ല, ഞാൻ ചേച്ചിയും ചേട്ടന്റെ കൂടെയാണ് കൂടുതൽ അങ്ങനെ സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യാറും പോകാറും. അങ്ങനെ നമ്മളൊന്നും അല്ല, ഹസ്ബൻഡ് വന്നു. അങ്ങനെയല്ല എനിക്ക് കുറച്ചുകൂടെ ദൂരോട്ടൊക്കെ എനിക്ക് പോകണം, ലൈഫ് എക്സ്പ്ലോർ ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ 24 മണി നമ്മൾ വീട്ടിൽ തന്നെ അടഞ്ഞിരുന്നാ പോരല്ലോ, അങ്ങനെയുണ്ട്. പിന്നെ എനിക്കൊരാഗ്രഹമാണ്, ഇങ്ങനെ ഞാൻ പറഞ്ഞു നേരത്തെ ഒരു അനുഭവം പറഞ്ഞു, 2024 അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതിൽ നിന്നും മാറി ഞാൻ ഇങ്ങനെയല്ല, അവരൊന്നും പറയുന്നൊരു കാര്യം എനിക്കൊന്നുമല്ല, എനിക്ക് അവരുടെ ഫ്രണ്ടിൽ നന്നായിട്ട് തന്നെ ജീവിക്കണം എന്നുള്ള ഒരു വാശി എനിക്കുണ്ട്. എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നേ, എനിക്ക് ഈ വർഷമെങ്കിലും ജോലി വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അത് കിട്ടും. പഠിച്ചോണ്ടിരിക്കുന്നു, അപ്പൊ നന്നായിട്ട് പഠിച്ച് ഒരു ഗവൺമെന്റ് ജോലി കയറുക എന്നുള്ള എല്ലാവരും ലക്ഷ്യം. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ജോലി ചെയ്യുന്നുണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ ഡെയിലി വേജിനാണ്. ഗവൺമെന്റ് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്, കോട്ടുകാൽ ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പം ഇനി ഇപ്പൊ നിനക്ക് ഒരു പ്ലാനേ ഉള്ളല്ലേ, അപ്പൊ നിനക്ക് ഇനി ഞാൻ കുറച്ച് പ്ലാൻ തരട്ടെ. ചേച്ചി ഇങ്ങനെ പറയുമ്പോഴേ ഉദ്ദേശിക്കുന്നത് കുഞ്ഞു ഒരു ടാസ്ക് തന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ടാസ്ക് തോക്കുന്ന ആൾക്ക് പണിഷ്മെന്റ് കൊടുക്കും. പണിഷ്മെന്റ് ചുമ്മാ അങ്ങനെ മുന്തിരി വെള്ളം കുടിപ്പിക്കുക അങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ. ഒരു വർഷം അത് പാലിക്കേണ്ട ഒരു കാര്യം, ഒരു ടാസ്ക്, അത് അവര് നല്ല കാര്യങ്ങൾ മാത്രമാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ടാസ്കിന്റെ പേര് എന്താണെന്ന് അറിയാമോ? എന്താ? ഇല്ലേ, അറിഞ്ഞൂടാ. ഞാൻ പറയാം, ഞാനൊരു വേർഡ് പറയും, ആ വേർഡ് കൂട്ടി അത് എന്ത് വേർഡ് ആണെങ്കിലും പറയുന്ന വേർഡ് കൂട്ടി എന്ത് ചെയ്യണം, ഒരു പാട്ട് പാടണം. പാടാൻ പറ്റിയില്ലെങ്കിൽ പണിഷ്മെന്റ്. ഓക്കെ? കുഴപ്പമില്ലല്ലേ, വലിയ പണിഷ്മെന്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ? അപ്പൊ ശരി, ഞാൻ തരട്ടാ. വലിയ പണിഷ്മെന്റ് ഒന്നുമില്ല, ഒരു വർഷം നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം. അത്രേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് പറയട്ടാ. സൂര്യൻ. സൂര്യനായി തഴുകി ഉറക്കമുണർത്തി എന്നച്ഛനെയാണ് എനിക്കിഷ്ടം. എന്റെ ഹരിമരുന്ന് കേട്ടോ ഇവിടെ നിന്ന് ഓടിക്കാം. പേടിക്കണ്ട, ഓടിയവരൊക്കെ ഓടി. ഞാൻ പറയാം. കിളിപ്പെണ്ണേ നിലാവിൻ കൂടാരം കണ്ടില്ലേ. ഹരിമുരളീധരന്റെ അത്ര എത്തൂല, അത് ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിക്കണ്ട. അടുത്ത് എനിക്കിടാ. 7. ഏഴിലെങ്ങനെ? ടിക് ടിക് 1 ഒരു പാട്ടുണ്ട്. ടിക് ടിക് 2 ടിക് ടിക് 3 ടിക് ടിക് 4 ടിക് ടിക് 5. പാട്ടുണ്ട്. നിനക്കറിയാം? ഏഴിമല പൂഞ്ചോല, ആ പാട്ടുണ്ട്. ഞാൻ ചിന്തിക്കുന്ന. അപ്പൊ പണിഷ്മെന്റ് തരാൻ പോവാണേ. ഇനി വരുന്ന 2025 ആരോടും ദേഷ്യപ്പെടാനേ പറ്റത്തില്ല, ദേഷ്യപ്പെടാൻ പാടില്ല. പാടുള്ള ടാസ്ക് ആണ്, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആണ്. സെൽഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു സാധനം പറ്റില്ല നമുക്കാർക്കും. പക്ഷെ എന്ത് സാഹചര്യമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ദേഷ്യം വരേണ്ട സാഹചര്യമാണെങ്കിലും അതിനെ ദേഷ്യം വരാത്ത രീതിയിൽ എന്ത് ചെയ്യുക, അവതരിപ്പിക്കുക. തീർച്ചയായിട്ടും നീ ഒരു വർഷം ഇത് പാലിച്ചാൽ അടുത്ത വർഷം നിന്റെ ലൈഫേ സക്സസ് ആവും. അയ്യോ, വല്ലാത്ത ടാസ്ക് ആണ്. ഞാൻ അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരില്ല, എങ്കിലും വന്ന എന്റെ എക്സ്ട്രീം ആയിരിക്കും. അതാണ് ഞാൻ അത് പാലിക്കണം. നല്ല കാര്യമാണ് ഞാൻ തന്നത്. കുഴപ്പമില്ല, ഞാൻ ശ്രമിക്കും. ചേച്ചി എന്തായാലും പറഞ്ഞല്ലേ, എന്തായാലും ഞാൻ ശ്രമിക്കും. ഇത് വെറും വാക്കല്ല, വീഡിയോയ്ക്ക് വേണ്ടി പറയുന്ന ആവരുത്. ഞാൻ ചോദിക്കും. കുഴപ്പമില്ല. ശരി, എങ്കിലും ഞാൻ സമ്മതിക്കും കേട്ടോ. ഞാൻ എന്റെ മാക്സിമം ഞാൻ ദേഷ്യം വരാത്ത രീതിയിൽ ഞാൻ കൺട്രോൾ ചെയ്യാം. അടുത്ത് പച്ച. ടിക് ടിക് 1 പച്ചക്കിളിയില്ല, മഞ്ഞക്കിളി. ടിക് ടിക് 2 സ്റ്റാർട്ടിംഗ് ആണോ നിർബന്ധം? എനിക്ക് 2 പാട്ട് കിട്ടി. പാച്ച കൂട്ടി ഒരു പാട്ടുണ്ട്, പക്ഷെ അതിന്റെ സ്റ്റാണോ നിർബന്ധമാണ്? സ്റ്റാർട്ടിംഗ് ആണ് വേണ്ടത്. പച്ച 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 അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, പച്ച പച്ച പച്ച. ഇപ്പൊ 2 പാട്ടുണ്ടല്ലോ, ഞാൻ പറയില്ല. ടിക് ടിക് 4 പച്ച 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 പച്ച. മകളെ ആ പാട്ട്
മിണ്ടരുത്, ഏത് പാട്ടാ? മിണ്ടരുത്. ടിക് ടിക് ഫൈ കഴിഞ്ഞു സമയം കഴിഞ്ഞു. ടുട്ടൂടെ പറഞ്ഞ പാട്ടാന്നറിയോ? പച്ച പരിഷ്കാരി പച്ച മലയാളി പച്ചപ്പാനന്ദത്തെ പുന്നാരപ്പൂത്തെ. ചേച്ചി പറഞ്ഞ പാട്ടെന്നറിയോ? ആ പച്ച പച്ച. എങ്കിലും ഔട്ടായി. ഞാൻ ടാസ്ക് ഞാൻ തരാം. ടാസ്ക് എന്ത് ടാസ്ക്? ഞാൻ പാലിക്കുന്നില്ല. കിട്ടി, ഞാൻ തരാം. എല്ലാവരും ദേഷ്യപ്പെടലെന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ ഞാൻ ടാസ്ക് കൊടുക്കാം. അതെന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന ടാസ്ക് ആണെന്ന് വെച്ചാൽ ചേച്ചി പക്ഷെ യൂസ്ഫുൾ ആയിട്ടൊരു കാര്യമാണ്. ചേച്ചി കൃത്യസമയത്ത് അത്യാവശ്യത്തിന് ഉറങ്ങണം. അത് ചേച്ചി പ്രതീക്ഷിക്കില്ല. കാരണം എന്നറിയോ? ചേച്ചി രാവിലെ സ്കൂളിൽ പോകും. രാവിലെ എഴുന്നേക്കുന്നതാണ്, കാരണം പിള്ളേരെ സ്കൂളിൽ വിടണമല്ലോ. അപ്പം രാവിലെ എഴുന്നേക്കും. അത് കഴിഞ്ഞിട്ട് നേരെ സ്കൂളിൽ പോകണം. അപ്പൊ സ്കൂളിൽ പോകും. അത് കഴിഞ്ഞിട്ട് ഒരു 4-4:30 ആകുമ്പോൾ വീണ്ടും വരും. അത് കഴിഞ്ഞ് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വീണ്ടും അടുത്ത ട്യൂഷൻ നമുക്ക് ചേച്ചിക്ക് ഇവിടെ അടിമലത്തുറ എന്നൊരു ഭാഗത്തുണ്ട്. അപ്പം അവിടെ ട്യൂഷന് പോകണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തും. അവിടെ നിന്ന് വീണ്ടും എന്ത് ചെയ്യണം? അടുത്ത് വീണിട്ട് ട്യൂഷന് പോകണം. പിന്നെ അത് കഴിഞ്ഞ് എല്ലാം അപ്പം ഇവിടെ വീട്ടിലെത്തിയിട്ടാണ് പിന്നെ വീട്ടിലുള്ള പണിയെല്ലാം എന്റെ പഠിത്തം ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം നമ്മുടെ വീഡിയോ എടുക്കുന്ന പരിപാടി അതിന് ശേഷമാണ്. അപ്പം ഉറക്കം കിട്ടാറില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷം കൃത്യസമയത്ത്, പക്ഷെ നടക്കത്തില്ല. കഴിഞ്ഞ വർഷത്തെ ഒരു ഇതും കൂടെ ഒരു പ്ലാനും കൂടെ ആയിരുന്നു നീ ഉറങ്ങാന്നുള്ള സമയത്ത് ഉറങ്ങാൻ, പക്ഷെ നടന്നില്ല. ഞാൻ ശ്രമിക്കണം, പറ്റും. ചേച്ചി കൊണ്ട് പറ്റും. മതിയില്ല. ഇല്ല, മാക്സിമം ഉറങ്ങണം ചേച്ചി. നമുക്ക് ഹെൽത്ത് നമ്മളെ ഉറങ്ങാന്നൊക്കെ പറയുമ്പോഴേക്കും കളിയാകും. പക്ഷെ അതല്ല നമുക്ക് ഏറ്റവും ഉറങ്ങുന്ന കാര്യമുണ്ട്. അതാ പിന്നല്ല, അതാണ്. അപ്പം നമുക്ക് ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നല്ലേ? അപ്പൊ നമ്മളെ പാമ്പ് കടിയേറ്റ ആളൊക്കെയാണ് ഇവിടെ ഉള്ളൂ. എന്നോട് എല്ലാരും പറഞ്ഞു പാമ്പ് ചത്തൊന്നും. ശരിയായിരിക്കും. ചിലപ്പോ നല്ല സുന്ദരി സുശീലമായിട്ടുള്ള ഒരാളെ കടിച്ചല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ച പാമ്പ് തല്ല ചത്തെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കഴിച്ചു. നമ്മുടെ ലൈഫ് ഒക്കെ കണ്ട ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഉള്ള ലൈഫ് എന്ത് ചെയ്യാം? സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് നന്നായിട്ട് എന്ത് ചെയ്യാൻ ജീവിക്കുക. നമ്മുടെ സന്തോഷം നമ്മളുടെ തന്നെയാണ്. അപ്പൊ അതാരും മറക്കാതിരിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി കുറച്ച് വീഡിയോസ് ഉണ്ട്, അത് നമ്മള് പുറകെ വരുന്നതായിരിക്കും. അപ്പൊ ഒരു കാര്യം കൊണ്ട് പറയാൻ പറഞ്ഞു, നമ്മുടെ ഈ ഹെൽത്ത് കണ്ടീഷനൊക്കെ ഇതായിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് എന്ത് ചെയ്യാത്തത്. ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത്. കാരണം ഈ ഡിസംബർ ഒക്കെ കുറെ വീഡിയോ, ക്രാഫ്റ്റ് വീഡിയോയും ക്രിസ്മസ് സീരീസിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിരുന്നായിരുന്നു. പക്ഷെ ഈ പാമ്പുകടി സംഭവങ്ങളായതുകൊണ്ട് നടന്നില്ല ഗൈസ്. നീ പക്ഷെ ഞങ്ങൾ ഇടും കേട്ടോ. ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ തീരുമാനമാണത്. അടുത്ത വർഷം കൃത്യമായിട്ട് നമ്മൾ വീഡിയോ ഇടും എന്നുള്ളത്. അപ്പൊ നിങ്ങൾ കൂടെ നിൽക്കണം, നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാവണം അല്ലേ? അതെ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. എല്ലാരും സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് കിഡിലുമായിട്ട് ജീവിക്കുക. മറ്റുള്ളവരുടെ ആരുടെ ഫ്രണ്ട് തോറ്റു കൊടുക്കാതിരിക്കുക. നമ്മൾ ആവശ്യമുള്ളവർക്ക് വേണ്ടി മാത്രം നമ്മൾ ജീവിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കുഞ്ഞു ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പം എല്ലാരും സുഖമായിട്ടിരിക്കുക.